2019 ഹർത്താൽ വിരുദ്ധ വർഷമായി ആചരിക്കാനുള്ള കൂട്ടായ്മയിൽ ഉടൻ അണിചേരുമെന്ന് മത്സ്യത്തൊഴിലാളി അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. വ്യാപാര മേഖലയും ടൂറിസം രംഗവും മിന്നൽ ഹർത്താലുകൾക്കെതിരെ രംഗത്തു വന്നതിനു പിന്നാലെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന ഹർത്താലുകൾക്കെതിരെ ഇനി മത്സ്യത്തൊഴിലാളികളും. ഈ വർഷം ഹർത്താൽ മൂലം മത്സ്യബന്ധന മേഖലയ്ക്കുണ്ടായ നഷ്ടം 110 കോടി രൂപയാണ്. ഹർത്താൽ ദിനങ്ങളിൽ ഓരോ ബോട്ടിന് 2.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ നഷ്ടമുണ്ടാകുന്നു എന്നാണ് വിലയിരുത്തൽ. ശരാശരി 1000 രൂപയാണ് ഒരു കുട്ട മത്സ്യത്തിന് ലഭിക്കുന്നതെങ്കിൽ ഹർത്താൽ ദിനങ്ങളിൽ അത് 400-ൽ താഴെയാകും. ഹർത്താലുകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് വ്യാപാരി സംഘടനകളും ബസ്സുടമകളും രംഗത്ത് വന്നിരുന്നു. മിന്നൽ പണിമുടക്കുകൾ അംഗീകരിക്കില്ലെന്നും ജനുവരി 8, 9 തീയതികളിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കണമെന്നും കഴിഞ്ഞ ദിവസം നടന്ന വ്യാപാരി സംഘടനകളുടെ യോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു. 2019 ഹർത്താൽ വിരുദ്ധ വർഷമായി ആചരിക്കാനും യോഗത്തിൽ തീരുമാനമായിരുന്നു. ബസ്, ലോറി, ടാക്സി എന്നീ വാഹനങ്ങൾ ഹർത്താൽ ദിനത്തിൽ ഓടാനും വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാനും തീരുമാനമായിട്ടുണ്ട്. മിന്നൽ ഹർത്താലുകൾ പ്രഖ്യാപിച്ച് ജനങ്ങളെ ബന്ദിയാക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കാനാണ് സംഘടനകളുടെ പുതിയ തീരുമാനം. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.